എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC LGS മെയിൻ എക്സാമിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ അധികം കടുവ സങ്കേതങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാനുള്ള ചെറിയ ചെറിയ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കടുവ സങ്കേതങ്ങളും അത് എവിടെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലത്തെ കോഡുകൾ യൂസ് ചെയ്തപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ കീ വേർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നോക്കുക, ആദ്യത്തേത് കാസരിംഗ, മനാസ്. രണ്ട് കടുവ സങ്കേതങ്ങളും കാണുന്നത് എവിടെയാണ്? ആസാമിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങളൊക്കെ കോഡ് ഉപയോഗിച്ച് പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാസരിംഗയും മനാസും അല്ലേ. ആസാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കീവേഡായിട്ട് എടുത്തത്? ആസാം എന്ന് പറയുമ്പോൾ ആശയാണ് എടുത്തത് അല്ലേ, ആശ. അപ്പോൾ എന്തിനുള്ള ആശയാണ്? ക്യാഷ് ഉണ്ടാക്കാൻ നമുക്ക് ആശയുണ്ട്. ആശയൊക്കെ നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അപ്പോൾ ആശ ഉണ്ടാവുന്നത് മനസ്സിലാണ്. എന്തിനുള്ള ആശയാണ്? നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ആശയാണ് അല്ലേ. അപ്പോൾ കാസരിംഗ, മനാസ് കടുവ സങ്കേതങ്ങൾ എവിടെയാണ്? ആസാമിലാണ് എന്നുള്ള കണക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ, അടുത്തത് അമ്രാബാദ്, കാവാൾ. ഓക്കെ, അമ്രാബാദ് കടുവ സങ്കേതം, കാവാൾ കടുവ സങ്കേതം എവിടെയാണ്? തെലുങ്കാനയിലാണ്. ഓക്കെ, തെലുങ്കാനയിലാണ്. അപ്പോൾ തെലുങ്കാന എന്ന് പറയുമ്പോൾ നമ്മൾ ആനയാണ് കീവേഡായിട്ട് എടുത്തത് അല്ലേ. അപ്പോൾ ആന എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാവാൾ ഉണ്ട് അല്ലേ. വാൾ എന്നുള്ളതിൽ നിന്നും വാൽ ഓർക്കാലോ, ആന വാല് അല്ലേ. അപ്പോൾ കാവാൾ. ഓക്കെ, തെലുങ്കാന, ആന, ആനയ്ക്ക് വാലുണ്ട്. അപ്പോൾ ആനവാൽ, അപ്പോൾ കാവാൾ, അത് കിട്ടിയല്ലോ. ദെൻ അമ്രാബാദ്, ആന കരയുക എന്നുള്ളതിന് അമറുക എന്നൊക്കെ പറയും അല്ലേ. അമറുക, അലറുക. അപ്പോൾ അമ്രാബാദ്, അമറുകയാണ് ചെയ്യുന്നത് അല്ലേ. ആന എന്താണ് ചെയ്യുന്നത്? അമറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്രാബാദ് കിട്ടുമല്ലോ. അപ്പോൾ തെലുങ്കാനയിലെ ആന എടുക്കുക, ആനയുടെ വാല്, അപ്പോൾ കാവാല് കിട്ടും. ദെൻ അമറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്രാബാദ് കിട്ടിയോ. അടുത്തത് പലമാവ്. പലമാവ് എന്ന് പറയുന്ന കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് പലമാവ്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ഓർമ്മ വരിക? നമ്മുടെ വീടുകളിലൊക്കെ പലതരത്തിലുള്ള മാവ് ഉണ്ടാവും അല്ലെ. അരിമാവ് ഉണ്ടാവും, ഗോതമ്പ് മാവ് ഉണ്ടാവും, കടലമാവ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള മാവുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള മാവുകളാകുമ്പോൾ നമ്മൾ പല പല പാത്രങ്ങളിലല്ലേ ഇട്ട് കൊടുക്കുക. അപ്പോൾ പല പല ജാറുകളിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുക എന്നുള്ള രീതിയിൽ അല്ലേ. പലമാവ്, പലതരത്തിലുള്ള മാവുകളാണെങ്കിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജാറുകളിലല്ലേ ഇട്ട് വയ്ക്കുന്നത്. അപ്പം മാവുകളൊക്കെ നമ്മൾ ജാറിനകത്താണ് ഇട്ട് വയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ പലമാവ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് എന്ന് ഓർക്കാം. ഓക്കെ, അടുത്തത് ദുധ്വ. ഓക്കെ, ദുധ്വ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ദുധ്വ എന്ന കടുവ സങ്കേതം. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ദുധ്വ എന്ന് പറയുമ്പോൾ നമുക്ക് ദൂതന്മാരെ ഓർക്കാമല്ലോ അല്ലെ. ദുധ്വ എന്ന് പറയുമ്പോൾ ദൂതന്മാരെ ഓർക്കാം. അപ്പോൾ ഈ ദൂതന്മാരാണ് ഈ ഉത്തരവൊക്കെ, രാജാക്കന്മാരൊക്കെ ഉത്തരവിടുന്ന സമയത്ത് അത് ദൂതന്മാർ വഴിയാണ് അവരെ അറിയിക്കുക അല്ലെ. ആരെങ്കിലുമൊക്കെ അറിയിക്കുന്നത് ഇങ്ങനെ ദൂത് അയച്ചിട്ടുണ്ട്. ബാഹുബലിയില് രാജകുമാരിയെ പിടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് ദൂത് അയക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഉത്തരവ് നമ്മൾക്ക് ദൂത് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരവുകളൊക്കെ ദൂതന്മാർ വഴിയാണ് അറിയിക്കുന്നത് എന്നുള്ള രീതിയിൽ ദുധ്വ ഉത്തർപ്രദേശിലാണ് എന്ന് ഓർക്കാലോ അല്ലേ. അടുത്തത് സിംലിപാൽ. സിംലിപാൽ കടുവ സങ്കേതം ഒഡീഷയിലാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് വന്യജീവി സങ്കേതം പഠിച്ച കൂട്ടത്തിൽ ഓടിച്ചിട്ടിട്ട് അല്ലേ പാല് കുടിക്കുക. കുട്ടികൾക്കൊക്കെ പാല് കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഓടിച്ചിട്ടിട്ടാണ് അവരെ കുടിപ്പിക്കുക എന്നുള്ള രീതിയിൽ സിംലിപാൽ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് എന്ന് ഓർക്കാലോ. ഓക്കെ, ഓർത്തിരിക്കുക. ദെൻ ജിം കോർബറ്റ്. ഓക്കെ, ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ബെറ്റ് എന്നുണ്ട് അല്ലേ, ബെറ്റ്. അപ്പോൾ നമ്മൾ ബെറ്റ് വെക്കുന്നത് എന്തിനാണ്? നമ്മളൊരു ഉത്തരം ശരിയാണോ തെറ്റാണോ, ഞാൻ പറയുന്നതാണോ ഉത്തരം ശരി, നീ പറയുന്നതാണോ ഉത്തരം ശരി, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെറ്റ് വെക്കുക അല്ലേ. അപ്പോൾ നമ്മളൊരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബെറ്റ് വെക്കുക എന്നുള്ള രീതിയിൽ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് എന്നുള്ളത് കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കുക. കാസരിംഗ, മനാസ് എവിടെയാണ്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസാം എന്ന് പറയുമ്പോൾ നമ്മൾ ആശ എടുക്കുക. എന്തിനാണ് ആശ എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിലാണ്.
ക്യാഷ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആശയാണ് എന്നുള്ള രീതിയിൽ കാസരംഗിയും മനാസും ആസാമിലാണ് എന്ന് കിട്ടും. അടുത്ത അമ്രാബാദും കാവാളും തെലുങ്കാനയിലാണ്. ആന എന്ന് പറയുമ്പോൾ ആനയുടെ വാൽ ഓർക്കുക, അപ്പോൾ കാവാള് കിട്ടും. ദെൻ അമ്രാബാദ്, ആന അമറുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അമ്രാബാദ്. ഓക്കെ. അടുത്ത പലമാവ് ജാർഖണ്ഡിലാണ്. പലതരത്തിലുള്ള മാവുകളാകുമ്പോൾ നമ്മൾ ജാറുകളിലാണ് ഇട്ട് വയ്ക്കുക എന്നുള്ള രീതിയിൽ പലമാവ് ജാർഖണ്ഡിലാണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ദുധ്വ ഉത്തർപ്രദേശ്. ഉത്തരവുകളൊക്കെ ആര് വഴിയാണ്? ദൂതന്മാർ വഴിയാണ് അറിയിക്കുക എന്നുള്ള രീതിയിൽ ദുധ്വ ഉത്തർപ്രദേശ് കിട്ടുമല്ലോ. ദെൻ സിംലിപാൽ ഒഡീഷ. പാലൊക്കെ കുടിക്കാതെ ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളായിട്ട് ഓടിച്ചിട്ട് കുടിപ്പിക്കും അല്ലേ, അപ്പോൾ സിംലിപാൽ ഒഡീഷ കിട്ടിയോ. അടുത്ത ജിം കോർബറ്റ്. ബെറ്റ് വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. മേൽഘട്ട് കടുവാ സങ്കേതം അതുപോലെ തന്നെ തഡോബ, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മേൽഘട്ടും തഡോബ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കോഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? മഹാരാജാവ് അല്ലേ. മഹാരാഷ്ട്രേനെ മഹാരാജാവാണ് നമ്മൾ കീവേഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹാരാജാവ് എന്ന് പറയുമ്പോഴത്തേനും മേലേ തട്ടിലുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആളുകളെയൊക്കെ പണ്ട് കാലത്ത് മേലേ തട്ടിലുള്ളവർ, താഴെ തട്ടിലുള്ളവർ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഹാരാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ മേലേ തട്ടിലുള്ളവരാണ്. അപ്പം മേൽഘട്ട് കിട്ടുമല്ലോ അല്ലേ, മേലേ തട്ടിലുള്ളവരാണ് എന്നുള്ള രീതിയിൽ മേൽഘട്ട് കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോഡാണ് തഡോബ അല്ലെ, തടവിൽ വെക്കുന്നത്. മഹാരാജാക്കന്മാരെ ആളുകളെ ശിക്ഷയ്ക്ക് വിധിച്ച് തടവിൽ വെക്കും. അപ്പം മഹാരാഷ്ട്ര മഹാരാജാക്കന്മാർ എങ്ങനെയാണ്? മേലേ തട്ടിലുള്ളവർ. അപ്പം മേൽഘട്ട് കിട്ടും. ദെൻ തടവിൽ വെക്കുന്ന കാര്യം, മഹാരാജാക്കന്മാർ എന്ത് ചെയ്യും? തടവിൽ വെക്കും അല്ലെ, ശിക്ഷയ്ക്ക് വിധിച്ചിട്ട് തടവിൽ വെക്കും. അപ്പോൾ തഡോബ കടുവാ സങ്കേതം. ഓക്കെ, തഡോബ കടുവാ സങ്കേതം എവിടെയാണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ മേൽഘട്ടും തഡോബയും മഹാരാഷ്ട്രയിലാണെന്നുള്ളത് ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ആനമല, മുതുമല, സത്യമംഗലം ഈ 3 കടുവാ സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിലാണ് ആനമല, മുതുമല, സത്യമംഗലം. അപ്പോൾ തമിഴ്നാട് എന്നുള്ളതിൽ നിന്ന് നമ്മൾ എപ്പോഴും കീവേഡായിട്ട് എടുക്കുന്നത് എന്താണ്? മഴയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഴയാണ് കീവേഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. മഴ പെയ്യുന്നത് എവിടെയാണ്? മലയിലാണ് അല്ലെ. മലയിൽ നിന്നാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആനമല, മുതുമല തമിഴ്നാടുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ദെൻ സത്യമംഗലം മംഗലം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് കല്യാണമൊക്കെ ആയിട്ട് അല്ലേ, കല്യാണത്തിന് മഴ പെയ്യുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് ഇന്ദ്രാവതി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് കേട്ടോ. ഇന്ദ്രാവതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഇന്ദ്രാവതി ഉണ്ട് അല്ലേ. വധി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വധിക്കുക എന്ന് ഓർക്കാം അല്ലേ. വധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ വധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചത്തുപോകും അല്ലേ, ചത്തുപോകും എന്നുള്ള രീതിയിൽ ഇന്ദ്രാവതി കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, വധിക്കുക, അപ്പോൾ ചത്തുപോവുക എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക. അടുത്തത് ബന്ദിപ്പൂർ, നഗർഹോള, ഭദ്ര ഈ 3 കടുവാ സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ബന്ദിപ്പൂർ, നഗർഹോള, ഭദ്ര. ഇതിൽ ബന്ദിപ്പൂർ, നഗർഹോള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ പഠിക്കാം. എന്താണ്? കർണാടക എന്ന് പറയുമ്പോഴത്തേന് കാറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കാറും എടുത്ത് നമ്മൾ ബന്ദിൻ്റെ സമയത്ത് അല്ലേ, ബന്ദിപ്പൂർ എന്ന് കിട്ടാനായിട്ട് ബന്ദിൻ്റെ സമയത്ത് നമ്മൾ കാറും ഒക്കെ എടുത്തിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു കട്ട വെച്ചെറിയെന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പോൾ ബന്ദിൻ്റെ സമയത്ത് നമ്മൾ കാർ എടുത്തിട്ട് പുറത്തൊന്നും പോകാനായിട്ട് പാടില്ല. ആ ഒരു രീതിയിൽ ബന്ദിപ്പൂർ ഓർത്തിരിക്കാം. ദെൻ നഗർഹോള ഓർത്തിരിക്കാനായിട്ട് എന്താണ് പറഞ്ഞത്? കർണാടക എന്ന് പറയുമ്പോൾ കർണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചെവിയാണ്. അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ട് അല്ലേ, ഹോൾ ഉണ്ട്. അപ്പോൾ കർണം എന്ന് പറയുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നഗർഹോള ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ ഭദ്ര ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് കന്നഡ ഓർക്കാം അല്ലേ. കന്നഡ എന്നൊക്കെ പറയുമ്പോൾ പൊട്ടുന്ന സാധനമല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ഭദ്രമാക്കിയിട്ട് എടുത്ത് വെക്കണം അല്ലേ, ഭദ്രമായിട്ട് വെക്കണം. കന്നഡയൊക്കെ പൊട്ടുന്നതായതുകൊണ്ട് നമ്മൾ ഭദ്രമായിട്ട് വെക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭദ്ര കിട്ടും. അപ്പോൾ ബന്ദിപ്പൂർ, നഗർഹോള, ഭദ്ര 3 എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ ബന്ദിപ്പൂർ കിട്ടാനായിട്ട് ബന്ദിൻ്റെ സമയത്ത് അല്ലെ, കാറൊന്നും എടുത്തിട്ട് പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ നഗർഹോള, കർണം ചെവി, കർണത്തിൽ ഹോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നഗർഹോള. കർണാടക എന്ന് പറയുമ്പോൾ കന്നഡ ഭദ്രമായിട്ട് വെക്കണം എന്നുള്ള രീതിയിൽ ഭദ്ര കടുവ സങ്കേതം കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. രത്തംപോർ,
സരിസ്ക. ഓക്കെ, രത്തംബോർ സരിസ്ക കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ രത്തംബോർ നമ്മൾ കണക്ഷൻ കൊടുത്തത് രത്നം അല്ലെ, രത്നം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ കയ്യിലാണ് രത്നം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ രത്തംബോർ കടുവ സങ്കേതം രാജസ്ഥാനിലാണ് എന്ന് കിട്ടുമല്ലോ. സരിസ്കയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, അതിന് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ സരിസ്കയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മേൽഘട്ടും തടോബയും മഹാരാജാവ് മേലെ തട്ടിലുള്ളവരാണ്. തടവിലിടുന്ന കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ മേൽഘട്ടും തടോബയും കിട്ടും. തമിഴ്നാട് അല്ലെ, മഴയെ ഓർത്തു കഴിഞ്ഞാൽ ആനമല, മുതുമല, സത്യമംഗലം കിട്ടിക്കോളും. ദെൻ ഇന്ദ്രാവതി വധിക്കുക എന്ന് പറയുമ്പോൾ ചത്തുപോകുന്ന കാര്യം ഓർത്താൽ ഛത്തീസ്ഗഡ് കിട്ടും. ബന്ദിപ്പൂർ, നഗൽഹോള, ഭദ്ര ഇപ്പോൾ പറഞ്ഞല്ലോ, കാറും കണ്ണടിയായിട്ട് കണക്ട് ചെയ്യുക. രത്തംബോർ സരിസ്ക രത്നവും രാജാവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജസ്ഥാൻ കിട്ടും. ഓക്കെ ആണല്ലോ, ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. ഇവിടെ നോക്കുക, പന്ന, പെഞ്ച്, സത്പുര, കൻഹ ഇത്രയും കടുവ സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് പന്ന, പെഞ്ച്, സത്പുര, കൻഹ. അപ്പോൾ മധ്യപ്രദേശ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ കീവേഡായിട്ട് എടുക്കുന്നത് മധ്യമാണ്. ഓക്കെ, മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പം മധ്യമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പം മദ്യം എന്ന് പറയുന്നത് നല്ല കാര്യമല്ല അല്ലേ, അപ്പോൾ അത് പന്നയാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ കിട്ടുമല്ലോ, പന്ന അല്ലേ. മദ്യം എന്ന് പറയുന്നത് നല്ലതല്ല, അപ്പോൾ പന്നയാണ് എന്നുള്ള രീതിയിൽ പന്ന കടുവ സങ്കേതം കിട്ടും. ദെൻ പെഞ്ച് എന്ന് ഓർക്കാനായിട്ട് നമ്മൾ മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ നല്ല പഞ്ച് ഡയലോഗൊക്കെ പറയും അല്ലേ, പഞ്ച് ഡയലോഗൊക്കെ പറയും എന്നുള്ള രീതിയിൽ പെഞ്ച് ഓർത്തിരിക്കാമല്ലോ അല്ലേ. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, പഞ്ച് ഡയലോഗൊക്കെ പറയും. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, മദ്യപിച്ച് കഴിഞ്ഞാൽ പഞ്ച് ഡയലോഗുകളൊക്കെ പറയുന്നത്. അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പഞ്ച് ഡയലോഗ്, അപ്പോൾ പെഞ്ച് കടുവ സങ്കേതം കിട്ടുമല്ലോ. ദെൻ സത്പുര എന്ന് കിട്ടാനായിട്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ എന്താണ് അല്ലാത്ത സമയത്ത് പറയാത്ത സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അല്ലേ. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും എന്നുള്ള രീതിയിൽ സത്പുര കിട്ടുമല്ലോ. അടുത്തത് കൻഹ കിട്ടാനായിട്ട് മധ്യപ്രദേശ് മധ്യമായിട്ട് കണക്ട് ചെയ്തപ്പോൾ വേറെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ജസ്റ്റ് കൻഹ എന്ന് പറയുമ്പോൾ നമുക്ക് കനിഹ എടുക്കാം അല്ലേ. കനിഹ എന്ന് പറയുന്ന നടിയുടെ ഒരു ഫിലിമാണ് സ്പിരിറ്റ് മദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു രീതിയിലൊന്ന് കണക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മധ്യപ്രദേശാണ്, അപ്പോൾ മദ്യമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. മദ്യം എന്ന് പറയുന്നത് നല്ലതല്ല, പന്നയാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. മദ്യം കഴിച്ചവർ എന്ത് ചെയ്യും, പഞ്ച് ഡയലോഗ് പറയും. അപ്പോൾ പെഞ്ച് കടുവ സങ്കേതം കിട്ടും. ദെൻ സത്യങ്ങൾ അല്ലെ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സത്യങ്ങൾ വിളിച്ചു പറയും എന്നുള്ള രീതിയിൽ സത്പുര കിട്ടുമല്ലോ. ദെൻ കനിഹ സ്പിരിറ്റ് മദ്യം എന്ന് പറയുന്ന ആ സിനിമയായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയോ മധ്യപ്രദേശിൽ. അടുത്തത് പെരിയാർ, പറമ്പിക്കുളം. ഇത് രണ്ടും നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണ്. പെരിയാർ എവിടെയാണ്, ഇടുക്കിയിലാണ്. പറമ്പിക്കുളം എവിടെയാണ്, പാലക്കാടാണ് അല്ലേ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് പെരിയാർ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ വലുതാണ് അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇടുങ്ങിയത് അല്ലേ. അപ്പോൾ പെരിയാറും ഇടുക്കിയും കൂടെ അങ്ങനെ കണക്ട് ചെയ്യാം. പെരിയാർ എന്ന് പറയുമ്പോൾ വലുതിൻ്റെ ഓപ്പോസിറ്റാണ് ഇടുങ്ങിയത്. അപ്പോൾ പെരിയാർ ഇടുക്കിയിലാണ്. പറമ്പിക്കുളം പാലക്കാട് അല്ലേ, പാലക്കാട്. അപ്പോൾ കാട് പറമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം ഒന്നല്ലേ. അപ്പോൾ പറമ്പ് പാലക്കാട്, കാട് പറമ്പൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇത് രണ്ടും കേരളത്തിലാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് വാൽമീകി ബീഹാറിലാണ് വാൽമീകി. അപ്പോൾ ഇത് പറയാനായിട്ട് വലിയ കോഡൊന്നുമില്ല. അപ്പോൾ വാല് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഈച്ചയാണ് അല്ലേ. ഇപ്പോൾ ഈച്ചയ്ക്കൊക്കെ എന്താണ്, വാലൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാൽമീകി ബീഹാർ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് നന്ദഫ പാക്കുയി. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഇവിടെ അരുണാചൽ ഉണ്ട് അല്ലേ. ചൽ എന്ന് പറയുമ്പോൾ എന്താണ്, ചലിക്കുക അല്ലെ, പോവുക. അപ്പോൾ ഒരാൾ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ എങ്ങനെയാണ് വിളിക്കുന്നത്, കൂക്കി വിളിക്കും അല്ലേ, കൂയിന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ആ കൂയി, അപ്പോൾ പാക്കുയി കിട്ടിയോ, കൂയിന്ന് വിളിക്കും അല്ലേ. കൂക്കിയിട്ട് കൂയിന്ന് വിളിക്കും. ഒരാൾ പോകുമ്പോൾ അല്ലേ, ഒരാൾ പോകുന്ന സമയത്ത് നമ്മൾ കൂയിന്ന് വിളിക്കും. അപ്പോൾ പാക്കുയി കിട്ടിയോ. അപ്പോൾ നന്ദഫ പാക്കുയി അരുണാചൽ പ്രദേശ് കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. പന്ന, പെഞ്ച്, സത്പുര, കൻഹ മധ്യപ്രദേശ്. മധ്യമായിട്ട് കണക്ട് ചെയ്യുക. മദ്യം പന്നയാണ്. പഞ്ച് ഡയലോഗ് ഓർക്കുക. സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യം കനിഹേനെ ഓർക്കുക കേട്ടോ. ദെൻ പെരിയാർ പറമ്പിക്കുളം ഇടുക്കി പാലക്കാട്. ഓക്കെ, ദെൻ വാൽമീകി ബീഹാറാണ്. നന്ദഫ പാക്കുയി അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പോൾ കോഡൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കടുവ സങ്കേതങ്ങൾ. ഇനിയും പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സും കോഡും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.